ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ക്രിസ്തുവിൽ വല്ല പ്രബോധനവുമുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവുമുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയുമുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവുമുണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. എലിയുടെ ശല്യം സഹിക്കവയ്യാതെ ഒരു ഗൃഹനാഥൻ ഒരു എലിക്കെണി തയ്യാറാക്കി വെച്ചു. അത് കണ്ട് ഒരു എലി അതൊരു കെണിയാണെന്ന് മറ്റു ജീവികളെ കൂടെ അറിയിക്കുന്നതിന് പുറത്തേക്ക് പോയപ്പോൾ ഒരു പാമ്പിനെ കണ്ടു. ആ എലി തൻ്റെ ഭാഷയിലൂടെ പാമ്പിനെ വിവരം ധരിപ്പിച്ചു. പക്ഷേ പാമ്പ് അത് അവഗണിച്ചു. എലിക്കുള്ള കെണി തനിക്ക് പ്രശ്നമാകില്ലല്ലോ എന്ന് കരുതി. വീണ്ടും മുൻപോട്ട് പോയപ്പോൾ വീട്ടിലെ ആടിനെ കണ്ടു. അതിനെയും വിവരം ധരിപ്പിച്ചു. ആടും കരുതി അത് തനിക്ക് പ്രശ്നമല്ലല്ലോ എന്ന്. തുടർന്ന് വീട്ടിലുണ്ടായിരുന്ന കാളയെയും വിവരം ധരിപ്പിച്ചു. കാളയും ആ പ്രശ്നം അവഗണിച്ചു. അതിനിടയിൽ കെണിയിൽ എന്തോ അകപ്പെട്ടെന്ന് മനസ്സിലായ വീട്ടുകാരൻ അത് നോക്കാനെത്തിയപ്പോൾ കെണിയിൽ അകപ്പെട്ട പാമ്പ് അയാളെ കൊത്തി. കടിയേറ്റ വീട്ടുകാരനെ ചികിത്സിക്കാൻ നാട്ടിലെ പ്രശസ്ത ചികിത്സകൻ്റെ അടുത്ത് കൊണ്ടുപോയി. വിഷമെല്ലാം നിർവീര്യമാക്കിയ ശേഷം അയാളെ തിരികെ വിട്ടു. ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കി കഴിക്കണം എന്നും പറഞ്ഞു. വീട്ടുകാർ തങ്ങളുടെ ആടിനെ കൊന്ന് സൂപ്പുണ്ടാക്കി. പക്ഷേ അയാൾ മരിച്ചുപോയി. തുടർന്നുണ്ടായ അടിയന്തരത്തിന് വന്നു ചേർന്നവരെ സൽക്കരിക്കുവാൻ കാളയെ അറുത്ത് ഭക്ഷണം തയ്യാറാക്കി. കെണി തങ്ങളുടെ പ്രശ്നമല്ലെന്ന് കരുതിയ പാമ്പും ആടും കാളയും മരണപ്പെട്ടു. സമൂഹത്തിൽ ഉണ്ടാകുന്ന വിവിധ പ്രശ്നങ്ങൾ തന്നെ ബാധിക്കില്ല എന്ന് കരുതി ജീവിക്കുന്നവരാണ് അനേകരും. സമൂഹത്തിലെ ആ പ്രശ്നങ്ങളെ അവഗണിക്കുവാൻ വളരെ എളുപ്പമാണ്. എന്നാൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അവരോടൊപ്പം നിൽക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ ആരും നമ്മോടൊപ്പം നിൽക്കുവാൻ ഉണ്ടാവുകയില്ല. ഏതു പ്രശ്നവും ആരെയും ബാധിക്കാവുന്നതാണ് എന്നത് വിസ്മരിക്കരുത്. ആ പ്രശ്നങ്ങൾ നമ്മുടെ നേരെ തല ഉയർത്തുമ്പോൾ മാത്രം അത് തിരിച്ചറിയുന്നത് കൊണ്ട് യാതൊരു വിശേഷവുമില്ല. നാം ജീവിക്കുന്ന സമൂഹത്തെ ഒന്നായി കാണുവാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗത്തിൻ്റെയും പേരിൽ സമൂഹത്തെ വിഭജിച്ച് ആ വിഭാഗങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുവാൻ ശ്രമിക്കുന്നത് ആത്മഹത്യാപരമാണ്. വൈവിധ്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടെങ്കിലും സമൂഹത്തെ ഒന്നായി കാണുവാൻ ആവശ്യമായ ഉന്നത ദർശനം നമുക്കുണ്ടാവണം. എല്ലാവരെയും മനുഷ്യരായി കാണുക എന്നതാണ് ഇതിനടിസ്ഥാനമായി വേണ്ടത്. അപ്പോൾ മറ്റുള്ളവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെയും പ്രശ്നങ്ങളായി കാണുവാൻ ഇടയാകും. അല്ലെങ്കിൽ തന്നെയും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലും ആവശ്യങ്ങളിലും പങ്കാളികളാകുവാൻ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട്. ആകയാൽ വിഭാഗീയ ചിന്തകൾക്കപ്പുറമായി സ്നേഹത്തിൻ്റെ ആത്മാവിൽ മറ്റുള്ളവരോട് ഐക്യദാർഢ്യപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളായി അംഗീകരിച്ച് ജീവിക്കുന്നത് എത്ര ധന്യമാണ്. സ്നേഹത്തിൻ്റെ ആത്മാവിൽ മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സ്വയം സമർപ്പിതരാകാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. സ്നേഹത്തിൻ്റെ ആത്മാവിൽ മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുവാൻ, മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തെ ഒഴിഞ്ഞു വെക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചനധ്യാനം ഞങ്ങളെയും സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.